അമേരിക്കയുടെ ലക്ഷ്യം ഇന്ത്യൻ സമ്പദ്ഘടനയെ ഞെരുക്കി അമേരിക്കയുടെ ആവശ്യങ്ങൾ ഇന്ത്യയെ കൊണ്ട് അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് അമേരിക്കൻ കോർപ്പറേറ്റ് ഭീമന്മാർ ഇന്ത്യയിൽ നിക്ഷേപം നടത്തും, മറുഭാഗത്ത് ട്രംപ് ഇന്ത്യയുടെ സമ്പദ്ഘടനയെ തകർക്കാനും ശ്രമിക്കും. ഇതെന്താ ഒരു രാജ്യത്തിൽ നിന്ന് തന്നെ പരസ്പര വിരുദ്ധമായ രണ്ട് സൂചനകൾ പുറത്തേക്ക് വിടുന്നത്? അത് ട്രംപിന്റെ ആശയത്തോട് അല്ലെങ്കിൽ ട്രംപിന്റെ ഈ താരിഫ് പോളിസിയോട് അമേരിക്കൻ കോർപ്പറേറ്റ് ലോകം യോജിക്കുന്നു എന്നുള്ളതിന്റെ തെളിവല്ലേ? ന്യായമായിട്ട് സംശയിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ്. ഇത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറി പെടുന്ന ഏതൊരു രാജ്യവും ആഗ്രഹിക്കുന്നത് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം രണ്ട് രീതിയിലാണ് വിദേശ നിക്ഷേപം ഒരു രാജ്യത്തേക്ക് എത്തുന്നത്. ഒന്നാമത്തേത് ഞാൻ ഈ പറഞ്ഞ പോലെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. വിദേശ രാജ്യത്ത് പോയിട്ട് വലിയ തോതിൽ മൂലധനം നിക്ഷേപിച്ച് അവിടെ ഫാക്ടറികളും മറ്റ് രീതിയിലുള്ള നോളജ് സെന്ററുകളും ഒക്കെ തുടങ്ങും. മറ്റൊന്ന് വിദേശ രാജ്യത്ത് പോയിട്ട് അവിടുത്തെ ഷെയർ മാർക്കറ്റ് നിക്ഷേപിക്കും. അത് രണ്ട് രീതിയിലുണ്ട്. ഇൻഡിവിജ്വൽ നിക്ഷേപകരുണ്ടാവും, മുഖ്യമായിട്ടും പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയുന്ന വലിയ സ്ഥാപനങ്ങൾ കോടിക്കണക്കിന് ഡോളർ നിക്ഷേപിക്കുക എന്നുള്ളത് അത് അത്ര വലിയ കാര്യമല്ല. കാരണം അവർക്ക് എപ്പോൾ വേണമെങ്കിലും അത് പിൻവലിക്കും. ഇപ്പം ഒരു $10 ബില്യൺ ഇന്ത്യയുടെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിച്ചിരിക്കുന്ന ഒരു അമേരിക്കൻ ഇൻവെസ്റ്റ്മെന്റ് കമ്പനി വേണമെന്ന് വിചാരിച്ചാൽ അവർക്ക് ഒരൊറ്റ ദിവസം കൊണ്ട് ഇത് വിറ്റഴിക്കാം. അതല്ലെങ്കിൽ പോട്ടെ, ഒരാഴ്ച കൊണ്ട് അവർക്ക് അവരുടെ നിക്ഷേപം മുഴുവൻ പിൻവലിക്കും. അത് ഇന്ത്യൻ മാർക്കറ്റുകൾക്ക് തകർച്ച ഉണ്ടാകും. പക്ഷെ ഈ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് അങ്ങനെ ഒരു ദിവസം കൊണ്ട് പിൻവലിക്കാൻ പറ്റത്തില്ല.